ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ അഗ്രിബിസിൽ ഞാനൊന്ന് പോയിട്ടോ. അപ്പം ഞാൻ അവിടുത്തെ ഒരു ഇത് എടുത്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ നമ്പർ വേണമെങ്കിൽ അവരുടെ എല്ലാ ഫോൺ നമ്പറും അതിലുണ്ട്. അവരുടെ ഫാം ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിട്ടോ. ഇവിടെ നോക്കി പാടം മാതിരിയാണ്, ഏക്കറ കണക്കിന് സ്ഥലത്ത് നട്ട പോലെയാണ് കേട്ടോ. എത്രങ്ങാനും സ്ഥലത്താണ് ഈ ഫാം നിൽക്കുന്നത് അറിയോ? ഇത്രയും വലിയ ഫാമിൽ ഈ ഫാം നിറയെ സീഡ്ലിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നാലോചിച്ചോക്കാണ്, ഒന്ന് കണ്ടോക്കാണ് നിങ്ങളെല്ലാവരും ആ സീഡ്ലിങ്. ആ സീഡ്ലിങ്ങിൻ്റെ വലുപ്പം ഞങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോക്കാണ്, വലിയ സീഡ്ലിങ് എന്ന് പറഞ്ഞാലും പോരാ നമുക്ക്. വളരെ വില കുറവ്, 110 രൂപ. കണ്ടില്ലേ, 30 വെറൈറ്റിയാണ് വന്നിട്ടുള്ളത്. 150ഓളം കളറുകളുണ്ട്. നമ്മൾ ആദ്യത്തെ കളറുകളെല്ലാം കൂട്ടിയിട്ട് 150ഓളം കളറുകളുണ്ട്. അതിലിപ്പോൾ പുതിയതായിട്ട് 30 വെറൈറ്റികൾ വന്നിട്ടുണ്ട്. പ്ലാന്റ് ഓരോന്നും നോക്കി, ഇതൊക്കെ നല്ല ബുഷിയായ പ്ലാന്റ് കേട്ടോ. സീഡ്ലിങ് ആണെങ്കിലും കൂടിയിട്ട് വലിയ പ്ലാന്റ്. അതല്ലെങ്കിലും അഗ്രിബിസിൽ എപ്പോഴും സീഡ്ലിങ് വലുതേ വരുള്ളൂ കേട്ടോ. വിലയും വളരെ കുറവേക്കാരം, വലിയ പ്ലാന്റുകളും വയ്ക്കാരം എപ്പോഴും സീഡ്ലിങ്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത്രയും സീഡ്ലിങ്ങാണ് വന്നിട്ടുള്ളത്. അപ്പം പിന്നെ അവരെന്തായാലും വില കുറച്ച് തന്നെയല്ലേ കൊടുക്കുക. നമുക്ക് എവിടെ നിന്നും കിട്ടൂല. നിങ്ങളൊക്കെ ഇനി എന്തെന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞാലും ശരി, 5 എടുത്താലാണ് 110 രൂപ. ഈ 5 നമ്മളിപ്പോൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അവിടെ അഗ്രിബിസിലേറ്റം പോയാൽ നമ്മൾ 5 എടുക്കൂലേ, എടുക്കാതിരിക്കൂലല്ലോ. 5 എടുക്കുന്നവർക്ക് 110 രൂപ ആയിട്ടാണ് തരുന്നത്. 550 രൂപക്കാണ് 5 തരുന്നത്. അങ്ങനെ നമുക്ക് ഇത്രയും വലിയ സീഡ്ലിങ് ആരാ തരിക? ആരും തരില്ല. എന്നാൽ നമ്മൾ 10 എടുക്കുകയാണെങ്കിലോ, 10 എടുക്കുകയാണെങ്കിൽ 1000 രൂപയേ ഉള്ളൂ. ഇതിനും ഓരോന്നിൻ്റെയും വലിപ്പമൊന്ന് നോക്കി നിങ്ങൾ. ഇത്രയും വലിയ സീഡ്ലിങ് എവിടെ നിന്നാണ് കിട്ടുക? നമുക്കിപ്പോൾ ഒരു ഫാമൊക്കെ തുടങ്ങണം. അപ്പോൾ അവർ ഹോൾസെയിലായിട്ട് തരും. ഒരു ഫാം പുതുതായിട്ട് ആർക്കെങ്കിലും തുടങ്ങണോ, നിങ്ങൾ ഇവിടുന്ന് വന്ന് വാങ്ങിക്കൊണ്ടുപോയാൽ മതി. പുതുതായിട്ട് ഇവിടെ നിന്ന് തുടങ്ങിക്കോളി. അതുപോലെ തന്നെ കൃഷിഭവനിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പ്ലാന്റ് കുറഞ്ഞ വിലക്ക് വാങ്ങിക്കൊണ്ടുപോയാൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കാശ് കിട്ടുമല്ലോ. ഹോൾസെയിലായിട്ട് കച്ചവടം തുടങ്ങണവരും ഇവിടുന്ന് കൊണ്ടുപോയിക്കോളി. ഇനി കച്ചവടം തുടങ്ങേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, എവിടെ നിന്നാണ് നല്ല പ്ലാന്റ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കണ്ടിട്ട് എൻ്റെ കണ്ണിൽ കാണുമ്പോൾ ഇത്രയും വലിയ ഒരു കോംബോ ആണെന്നുണ്ടെങ്കിൽ കോംബോ ആയിട്ട് എടുത്താൽ മതി. ഇങ്ങനെ 10 പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ വരുന്നുള്ളൂ. അപ്പോൾ 100 രൂപ വരുന്നുള്ളൂ. ചില പ്ലാന്റിനൊക്കെ മുട്ട് വന്നിട്ടുണ്ട്, വന്നിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മെച്ചോർഡായ പ്ലാന്റ് തന്നെയല്ലേ. എത്ര സീഡ്ലിംഗ് ആണെന്ന് പറഞ്ഞാലും ഈ ചെറിയൊരു കുഞ്ഞി ചട്ടിയിൽ ഇരിക്കൊണ്ടല്ലേ അത് കുറച്ചൊക്കെ ഒരു വലിയ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ എന്നോ പൂത്തിട്ടുണ്ടാവും. പുതുതായി വളർത്തുന്നവരൊക്കെ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു 10 പ്ലാന്റെങ്കിലും വാങ്ങിക്കൊണ്ടുപോയി കേട്ടോ. ഈ കാണുന്നതൊക്കെ ഹോൾസെയിൽ ആൾക്കാർ വന്ന് കച്ചവടമാക്കിയതാണ് കേട്ടോ. ഈ ഇരിക്കുന്നത് മൊത്തം ഹോൾസെയിലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരുണ്ടാവുമല്ലോ, അതായത് പ്ലാന്റ് വിൽക്കുന്നവർ. അങ്ങനത്തെ കച്ചവടക്കാർ വന്നിട്ട് ഹോൾസെയിലായിട്ട് റെഡിയാക്കി വെച്ചതാണ് ഈ പ്ലാന്റുകളൊക്കെ കേട്ടോ. ഇത്രയും പ്ലാന്റുകളാണ് ഓരോരുത്തർ കൊണ്ടുപോണത്. 1000, 1500 പ്ലാന്റുകൾ കണ്ടോ. അതൊക്കെ തട്ടാക്കി വെച്ചേക്കണം ഓരോരോ ഇതിലും. ഈ തട്ടാക്കി വെച്ച പ്ലാന്റുകളൊക്കെ അതൊക്കെ ഓരോരോ കച്ചവടക്കാർ ഓർഡറാക്കി വെച്ചതാണ്. അത് പ്ലാന്റുകൾ അവരിങ്ങനെ കൊണ്ടുപോകാനുള്ളത് അടുക്കി വെച്ചതാട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെല്ലാവരും ഒരു പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കോട്ടക്കൽ വന്ന് സോയിലിനെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഒരു 10 പ്ലാന്റെങ്കിലും വാങ്ങി വെക്കിയിട്ടോ. 1000 രൂപ കൊടുത്തിട്ട് ഏറ്റവും നല്ല പ്ലാന്റുകൾ. ഇനി കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ വാങ്ങിച്ചോളി. എന്തിനാ തൃശ്ശൂർ, എറണാകുളം വേറുള്ളിടത്തൊക്കെ പോയി വാങ്ങിക്കുന്നത്? നമ്മൾ തൊട്ടടുത്തില്ലേ മലപ്പുറം ജില്ലക്കാർക്ക് ഇവിടെ തന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ. അത്രയും നല്ല പ്ലാന്റുകൾ കേട്ടോ. എന്താ പ്ലാന്റിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.